നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഒട്ടാകെ കടുത്ത നിരാശയിലേക്കും വൻ അമർഷത്തിലേക്കും തള്ളിവിട്ടുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ട്വൻ്റി മത്സരം ഇന്നലെ സഡാനിൽ അവസാനിച്ചത്. അവസാന പോരാട്ടത്തിലും 56 റൺസിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട പരമ്പര പരാജയവുമായാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങുന്നത്. 5 മത്സരങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഈ പരമ്പര 0-4 എന്ന നിലയിലാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് പൂർണ്ണമായി സ്വന്തമാക്കിയത്. പരമ്പരയിലെ ഒരു മത്സരം കനത്ത മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു. ലണ്ടനിലെ റോസ് ബൗൾ സ്റ്റേഡിയത്തിൽ നടന്ന ഈ അവസാന മത്സരത്തിൽ ടോസ് ഭാഗ്യം ലഭിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ക്യാപ്റ്റന്റെ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസെന്ന ഹിമാലയൻ കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്കായി ഓപ്പണർ ഇഷാൻ കിഷൻ 56, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ 53 അർദ്ധ സെഞ്ചുറികളുമായി നന്നായി പൊരുതിയെങ്കിലും വിജയലക്ഷ്യം വളരെ വലുതായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസെടുക്കാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. ഈ ദയനീയ പരാജയത്തോടെ ഇന്ത്യക്ക് തങ്ങളുടെ ഒന്നാം നമ്പർ ട്വൻ്റി റാങ്കിംഗ് പൂർണ്ണമായി നഷ്ടമാവുകയും ഇംഗ്ലണ്ട് ആ രാജകീയ സ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. ട്വൻ്റി ലോകകപ്പ് കിരീടം നേടി അധികം വൈകാതെ തന്നെ ഇന്ത്യ ഇത്തരമൊരു തകർച്ച നേരിട്ടത് ആരാധകരെ തെല്ലൊന്നുമല്ല നിരാശരാക്കുന്നത്. ഈ മത്സരത്തിനിടെയും പരമ്പരയിലുടനീളവുമായി ഇന്ത്യ സ്വന്തം പേരിൽ കുറിച്ച ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത 4 അനാവശ്യ നാണക്കേണ്ട റെക്കോർഡുകൾ താഴെ വിശദമായി നൽകുന്നു. അതിൽ ഒന്നാമത്തെ റെക്കോർഡ്, ഒരു ട്വൻ്റിയിൽ ഇന്ത്യ വഴങ്ങുന്ന രണ്ടാമത്തെ ഉയർന്ന സിക്സറുകൾ. സഡാനിലെ റോസ് ബൗൾ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ബൗളർമാരെ ഇംഗ്ലണ്ട് ബാറ്റർമാർ ദാക്ഷിണ്യമില്ലാതെയാണ് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും തല്ലിച്ചതച്ചത്. മത്സരത്തിൽ ആകെ 17 സിക്സറുകളാണ് ഇന്ത്യൻ ബോളിംഗ് നിര എതിർ ടീമിന് വിട്ടുകൊടുത്തത്. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും മധ്യനിര താരം ഹാരി ബ്രൂക്കും ഇന്ത്യൻ ബൗളർമാരെ കളി പഠിപ്പിച്ചുകൊണ്ട് 8 സിക്സറുകൾ വീതമാണ് സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ചത്. ഒപ്പം വൺ ഡൗണായി ഇറങ്ങിയ വിൽ ജാക്സ് ഒരെണ്ണവും നേടി. ഇന്ത്യ ഒരു ട്വൻ്റി അന്താരാഷ്ട്ര മത്സരത്തിൽ വഴങ്ങുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ എണ്ണമാണിത്. ഇതിനു മുമ്പ് 2016 ലോഡർഹില്ലിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരായി നടന്ന മത്സരത്തിൽ 21 സിക്സറുകൾ വഴങ്ങിയതാണ് ഈ പട്ടികയിലെ ഇന്ത്യയുടെ ഏറ്റവും മോശം റെക്കോർഡ്. അതിനുശേഷം ഇന്ത്യൻ ബൗളർമാർ ഇത്രത്തോളം നിസ്സഹായരായി പോയ ഒരു മത്സരം വേറെ ഉണ്ടായില്ല. ഇതിൽ രണ്ടാമത്തെ റെക്കോർഡ് 20-ലധികം റൺസ് വഴങ്ങിയ ഏറ്റവും കൂടുതൽ ഓവറുകളാണ്. ഇംഗ്ലണ്ട് ബാറ്റർമാരുടെ ആക്രമണശൈലിക്ക് മുന്നിൽ എന്ത് തന്ത്രം പ്രയോഗിക്കണം എന്നറിയാതെ ഇന്ത്യൻ ബൗളർമാർ പൂർണ്ണമായി പതറുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അന്താരാഷ്ട്ര ട്വൻ്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഒരൊറ്റ മത്സരത്തിൽ 5 ഓവറുകളിലാണ് ഇന്ത്യ 20 കൂടുതൽ റൺസ് വാരിക്കോരി കൊടുത്തത്. സീനിയർ സ്പിന്നർ അക്ഷർ പട്ടേൽ എറിഞ്ഞ 10ാം ഓവറിൽ 25 റൺസും അദ്ദേഹത്തിന്റെ തന്നെ 16ാം ഓവറിൽ 20 റൺസും ഇംഗ്ലണ്ട് ബാറ്റർമാർ അടിച്ചെടുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച യുവതാരം സൂര്യൻ ഷെഡ്ഗെ എറിഞ്ഞ ഓവറിൽ 24 റൺസും പ്രിൻസ് യാദവ് എറിഞ്ഞ ഓവറിൽ 21 റൺസും ഓൾറൗണ്ടർ ശിവൻ ദുബെ എറിഞ്ഞ ഓവറിൽ 22 റൺസും ഇംഗ്ലണ്ട് അനായാസം അടിച്ചുകൂട്ടി. ഇതിനു മുമ്പ് ഇന്ത്യ കളിച്ച ഒരു മത്സരത്തിൽ 3-ൽ കൂടുതൽ തവണ 20+ ഓവറുകൾ ബൗളർമാർ വഴങ്ങിയിട്ടില്ല എന്നത് തന്നെ ഈ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇതിലെ മൂന്നാമത്തെ റെക്കോർഡ് ആദ്യ 7 മത്സരങ്ങളിലും ജയമില്ലാത്ത 4ാമത്തെ ക്യാപ്റ്റൻ എന്നാണ്. ഇന്ത്യൻ ട്വൻ്റി ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരു മത്സരത്തിൽ പോലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിട്ടില്ല. സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസിനെ നായകനാക്കി BCCI തീരുമാനത്തിന് ഏറ്റ കനത്ത പ്രഹരമാണിത്. അയർലൻഡിനെതിരായ 2 മത്സരങ്ങളും ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളും ഉൾപ്പെടെ താൻ നയിച്ച ആദ്യ 7 മത്സരങ്ങളും ഒരൊറ്റ വിജയം പോലും നേടാനാകാത്ത ലോകത്തിലെ 4ാമത്തെ നിർഭാഗ്യവാനായ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ മാറി. സിംബാബ്വേയുടെ ബ്രണ്ടൻ ടൈലർ, എൽട്ടൺ ചെഗുംബര, ശ്രീലങ്കയുടെ തിസാര പെരേര എന്നിവരാണ് ഇതിനു മുമ്പ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ വൻ നാണക്കേട് ചുമക്കേണ്ടി വന്ന മറ്റ് ക്യാപ്റ്റന്മാർ. ഈ മോശം പട്ടികയിലേക്കാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ നായകനും എത്തിപ്പെട്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസിന്റെ കരിയറിന് തന്നെ ഇത് വലിയൊരു കരിനിഴലായി മാറിയിരിക്കുകയാണ്. ഇത് ലാസ്റ്റത്തെ റെക്കോർഡ് ഒരു ട്വൻ്റി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ എന്നതാണ്. ഈ ഇംഗ്ലണ്ട് പരമ്പരയിലുടനീളം ഒരു കളിയിൽ പോലും ജയിക്കാൻ കഴിയാതെ 4 വലിയ തോൽവികളാണ് ഇന്ത്യ തുടർച്ചയായി ഏറ്റുവാങ്ങിയത്. ഇന്ത്യയുടെ ട്വൻ്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഉഭയകക്ഷി പരമ്പരയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ICC ടൂർണമെന്റിലോ ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഉയർന്ന തോൽവികളുടെ എണ്ണമാണിത്. ഇതിനു മുമ്പ് 2009, 2010 വർഷങ്ങളിൽ നടന്ന ട്വൻ്റി ലോകകപ്പുകളിലും അതിനുശേഷം 2023 വെസ്റ്റ് ഇൻഡീസിനെതിരായി നടന്ന പരമ്പരയിലും ഇന്ത്യ 3 മത്സരങ്ങൾ വീതം തോറ്റതായിരുന്നു മുമ്പത്തെ ഏറ്റവും മോശം റെക്കോർഡ്. ആ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഗൗതം ഗംഭീറിന്റെയും ശ്രേയസ് അയ്യരുടെയും നേതൃത്വത്തിൽ ഇന്ത്യ 4 മത്സരങ്ങൾ തോറ്റ് പുതിയ നാണംകെട്ട ചരിത്രം കുറിച്ചിരിക്കുന്നത്. ലോക ചാമ്പ്യന്മാരായ ശേഷമുള്ള ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത വീഴ്ച ആരാധകരിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിരാശ ചെറുതല്ല. ഇംഗ്ലണ്ട് മണ്ണിലെ ഈ ദയനീയ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്.
അനാവശ്യമായ ബാറ്റിംഗ് ഓർഡർ പരീക്ഷണങ്ങളും ബൗളർമാരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തതുമാണ് ഈ വലിയ തകർച്ചയ്ക്ക് കാരണം. കോച്ച് ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തീരുമാനങ്ങളും സെലക്ടർമാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പരമ്പരകൾക്ക് മുമ്പായി ഈ 4 വലിയ പിഴവുകൾ കൃത്യമായി പഠിച്ച് ആവശ്യമായ തിരുത്തുകൾ തിരുത്തി ഇന്ത്യൻ ടീം തങ്ങളുടെ പഴയ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യൻ ടീം വഴങ്ങിയ ഈ 4 അനാവശ്യ റെക്കോർഡുകളെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യരുടെ പരാജയത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ പിന്തുടരുക. താങ്ക് യു.